നല്ല സോഫ്റ്റ് ഉപ്പുമാവാ. ഹായ്, എന്തുകൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഞാനിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്നേക്കും. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു കൂട്ടുകാരി ഇത് എപ്പോഴും ഞാൻ കാണും. കാരണം ഇപ്പം പാലൊക്കെ നിർത്തണേ ഒന്ന് വല്ലപ്പോഴും കൊതുക്കളെങ്ങാനും കാണും കേട്ടോ. നമ്മൾ ഈ ജനലിന് നെറ്റ് ഇട്ടിട്ടുണ്ട്, എന്നാലും ബൈ ചാൻസ് ഞാനിപ്പോൾ ഒന്ന് തുറന്നുണ്ടേ ഒരെണ്ണം ഇങ്ങനെ കറങ്ങിയായിരുന്നു, കണ്ടില്ല. ഇപ്പോൾ ഇത് ഫാൻ ഓഫാക്കിയുണ്ടേ ഇങ്ങനെ കറങ്ങുമ്പോൾ നമുക്ക് അടിക്കാൻ പെട്ടെന്ന് പറ്റും. എനിക്ക് വേണം എപ്പോഴും. നേരത്തെയൊക്കെ നമുക്ക് ഈ നെറ്റ് ഇല്ലായിരുന്നു, അപ്പോൾ രാത്രിയിലൊക്കെ തുറന്നിടുമ്പം കൊതു കയറുമായിരുന്നു. എൻ്റെ ജോലി ഇതായിരുന്നു. അപ്പോൾ ഇന്നലെ രജ്മയുടെ കാര്യം പറഞ്ഞപ്പം കുറേ പേര് രജ്മ വെക്കാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു. രജ്മ വെക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നായിരുന്നേ. പിന്നെ അതിലുപരി ഒരു കാര്യം പറയട്ടെ. പിന്നെ ഞാൻ ഇത്രയും വർഷമായി യൂട്യൂബ് തുടങ്ങിയ പിന്നെ എനിക്ക് ഈ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വന്നത് നമ്മുടെ ശ്രീദേവി ടീച്ചർ പണ്ട് പ്രാവശ്യം പാട്ടുകപ്പയും കുറേ ബേക്കറി ഐറ്റംസൊക്കെ 1-2 പ്രാവശ്യം അയച്ചായിരുന്നു. ടീച്ചർക്കെന്ന് പറയുന്നത് എൻ്റെ അഡ്രസ്സ് അറിയായിരുന്നു. കാരണം ഞാൻ ഈ അച്ചാറൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പം ഞങ്ങളുടെ ഫ്രം അഡ്രസ്സ് വയ്ക്കുമല്ലേ, അങ്ങനെ അറിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ അമേരിക്കയിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ട്, ബിജി ഞാൻ ക്രിസ്മസ് പ്രമാണിച്ച് ബിജിക്ക് ഒരു സർപ്രൈസ് ആവട്ടെന്ന് പറഞ്ഞൊരു ഗിഫ്റ്റ് അയച്ചായിരുന്നു, പക്ഷേ അത് ഇതുവരെയും കിട്ടിയില്ലല്ലയോ എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം പുള്ളിക്കാരിക്ക് ട്രാക്കിംഗ് ഒക്കെ എനിക്ക് അയച്ചു തന്നു. ഇത്രയും ദിവസമായി ഇതുവരെ വന്നില്ല. അന്നേരം പറഞ്ഞ് ബിജിയുടെ അഡ്രസ്സോട് എനിക്കൊന്ന് അയച്ചു താൻ നോക്കട്ടെ എന്ന്. പുള്ളിക്കാരി പാവം എനിക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് പറഞ്ഞ് എന്തോ ഇരുന്നോ ഗൂഗിളിൽ നോക്കി ബിജീസ് കിച്ചൻ്റെ അഡ്രസ്സാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞങ്ങളുടെ ബിൽഡിങ്ങും സൊസൈറ്റിയും എല്ലാം സെയിമാണ്, പക്ഷേ റൂം നമ്പറും ഇല്ല, ഫോൺ നമ്പറും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പാവം ഒരു അബദ്ധം ചെയ്ത് അപ്പം ഞാൻ ആ ട്രാക്കിംഗ് അപ്പം ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ അത് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അതിശയം തോന്നി. കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ സംഭവം ഇങ്ങനെ ഒരു ഇത്. അപ്പം രാത്രി ഹസ്ബൻഡ് വന്നിട്ട് ഞങ്ങൾ പ്രേയറിന് ഇരുന്നുണ്ടേ. ഞാൻ പോളിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയുന്നില്ലെന്ന് ചിന്തിച്ചത്. അവനോട് പറഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. അപ്പോൾ ഞാൻ ഇങ്ങനെ റീച്ചാനോട് പറഞ്ഞു, റീച്ച ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ മെസ്സേജ് ഇട്ടു, പിന്നെ പക്ഷേ ഈ എൻ്റെ അച്ചാറിൻ്റെ നമ്പരും വെച്ചില്ല, ഈ അച്ചാറിൻ്റെ ബിസിനസ്സിൻ്റെ നമ്പർ അതും വെച്ചില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് വീഡിയോ പറയല്ലേ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ പേരൊന്നും പറയത്തില്ല, പിന്നെ ഞാനൊന്നും മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ രചിച്ചാൽ വന്നോടെ പറഞ്ഞോണെ പോൾ ഇവിടെ കിടന്നു തുള്ളിച്ചാട്ടം പപ്പ ട്രാക്കിങ് ചെയ്ത് നോക്ക്. അവനില്ലേ കൊച്ചു പിള്ളേരുടെ കൂട്ട് എന്താണെന്നറിയാനുള്ള ഒരിത്. പക്ഷേ രാവിലെ റീച്ചാൻ ചെന്ന് പോസ്റ്റ് ഓഫീസിൽ ചോദിച്ചോടെ അവർ പറഞ്ഞു അഡ്രസ്സ് ശരിയല്ലാത്തത് കൊണ്ട് 1-2 ദിവസം ഇവിടെ വെച്ചിട്ട് അവർ തിരിച്ചയച്ച് അവിടെ എയർപോർട്ടിൽ കിടക്കുക. അപ്പം ഞാൻ പുള്ളിക്കാരിക്ക് രാവിലെ മെസ്സേജ് ഇട്ട്, അപ്പോൾ അവിടെ ആകുമ്പം നമ്മുടെ അവിടെ രാത്രിയല്ലേ, ഇതുവരെയും പുള്ളിക്കാരി മെസ്സേജ് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്ന് സർപ്രൈസായിട്ട് പാവം എനിക്ക് അയക്കാൻ പറ്റിയത് അങ്ങ് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഞാൻ പോളിനോട് പറഞ്ഞ് എടാ സാരമില്ലടാ, അവനാണെങ്കിൽ അങ്ങ് ഒരു വല്ലാതെ ഇതിൽ അവൻ പറഞ്ഞത് ഇന്നലെ രാത്രി മൊത്തം പ്രാർത്ഥി താങ്ക് ഗോഡ് കിട്ടണേ. അവർക്ക് മീൻസ് എന്ന് വെച്ചാൽ ഒരു എന്ന് വെച്ചാൽ അവർ പിള്ളേരുടേതായ രീതിയിൽ അവനതൊരു ഭയങ്കര സംഭവമായിപ്പോയി. എനിക്കതിനേക്കായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ആദ്യമായിട്ട് അന്ന് ശ്രീദേവി ടീച്ചർ അയച്ചു ഇതുപോലെ എന്നോട് പറയാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. എന്നും ഫോണും എല്ലാം ചെയ്യുമായിരുന്നെങ്കിലും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ടീച്ചർ ഇപ്പം വീഡിയോ ഒന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. എന്താ കാര്യമെന്നൊന്നും എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു. അപ്പം പാഴ്സൽ അങ്ങ് തിരിച്ചു പോയി. അങ്ങനെ ഒരു സംഭവം നടന്നു.
ഓക്കെ. അപ്പോൾ ഇന്നിനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പ്രീസമോന് ഒത്തിരി കുറവുണ്ട് കേട്ടോ. ഡോക്ടറെ കാണിച്ച് അവർ ഇന്ത്യയൊക്കെ കാണിച്ച് മരുന്നൊക്കെ മാറി തന്ന്. മറ്റേത് അങ്ങ് പനിയായിരുന്നു. പിന്നെ ഇന്നലെ തൊട്ട് പനിയേ ഇല്ല അവന്. അങ്ങനെ പനിയില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊരു വേദനയുണ്ട്. അത് ഓക്കെ, മാറിക്കോളും. പിന്നെ ചിലർ, ഞാൻ ഇന്നാൾ ചോദിച്ചായിരുന്നു ഇരുമ്പം പുളി ഉണങ്ങിയത് വെച്ച് എന്തെങ്കിലും റെസിപ്പി ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ 2-3 പേര് എനിക്ക് കമൻ്റ് ഇട്ട് ഇരുമ്പം പുളി ഉണങ്ങിയതും കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അതിന് താങ്ക്സേ. ഓക്കെ. അപ്പോൾ രാവിലെ ഞാൻ ഇച്ചിരി ഉലുവായില ഉണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിൽ ഇട്ട് രാവിലെ ഇന്ന് ഇവർക്കെല്ലാം ആഴ്ചയിൽ ഒരു ദിവസം മാഗിയാണ്. അപ്പോൾ മാഗി അവരെല്ലാം ഉണ്ടാക്കി കഴിച്ചു. എനിക്കിച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അരിയും കൂടെ അടപ്പത്തിട്ട് ഇതൊന്ന് ഈ മേത്തിയില ഉലുവായില ഞാനൊന്ന് 3-4 കഴുകി, മണ്ണ് കാണുവേ, അപ്പോൾ 3-4 കഴുകി ഞാൻ അങ്ങനെ വെള്ളത്തിൽ എടുത്തിട്ടേക്കുക. ഇപ്പോൾ അരി കഴുകി അടപ്പത്തിട്ടിട്ട് സാവകാശം പോയി കഴിക്കാമെന്നുള്ള ഇതിൽ. അപ്പം നല്ല പാളയത്തോടം പഴം കിട്ടിയായിരുന്നു. അപ്പോൾ അതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉപ്പുമാവ് അല്ലെങ്കിലും എനിക്ക് മാഗിയോട് അത്ര താല്പര്യമില്ല. ഈ വെളിയിൽ നിന്നുള്ള നൂഡിൽസ് ആണെങ്കിലും എനിക്കത്ര താല്പര്യമില്ല. എന്നാലും ഞാൻ ചിന്തിച്ച് വെള്ളം കൂടെ കുടിക്കാൻ വെച്ചിട്ട് പോവുകയാണെങ്കിൽ കഴിച്ചിട്ട് വരുമ്പോഴത്തേനൊക്കെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ തിളച്ചിരിക്കും. പിന്നെ അടുത്ത കൂട്ടാൻ പരിപാടികളിലങ്ങ് ചെയ്യാതാ മതിയല്ലേ, ഗ്യാസ് കാലിയായിട്ട് കിട്ടുമല്ലേ. അപ്പം ഞാൻ വാഷിങ് അവിടെ ഇട്ടിട്ടുണ്ട്. വാഷിങ്ങിൻ്റെ വയറാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പം വെള്ളം ഒന്ന് വെച്ചിട്ട് പോയി കഴിക്കട്ടെ. ഇവിടെ ഉപ്പുമാവ് അങ്ങനെ ആർക്കും അത്ര താല്പര്യമില്ല. പിന്നെ പ്രൈസമ്മോ ഞാനിങ്ങനെ പഴമൊക്കെ ഇട്ട് ഇളക്കി കഴിക്കുന്ന കാണുവാണെങ്കിൽ വന്ന് 1-2 ഉരുള വാങ്ങിച്ച് കഴിക്കും. ബാക്കിയുള്ളവർക്കൊന്നും ഉപ്പുമാവ് താല്പര്യം. പക്ഷേ എനിക്ക് പുട്ട്, ഉപ്പുമാവ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതേസമയം നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ റീച്ചാൻ ഇഷ്ടമാണ്. പഴം വേണമെന്നൊന്നുമില്ല, ഇച്ചിരി തേങ്ങ കൂടുതലിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള അതിൻ്റെ മണ്ടയിൽ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്ത് കഴിക്കുന്ന ഇഷ്ടം. പഴം തിന്നുവാന്നേലും ഇങ്ങനെ ഇട്ട് ഇളക്കി കഴിക്കത്തില്ല. ഒരു കടി പഴം കടിക്കും, ഒരു ഉപ്പുമാവ് എടുത്ത് വായിൽ വെക്കും. നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ്. ഈ വീഡിയോ പ്രൈസമ്മോൻ ചെവിയിൽ ഇതിട്ടതിൻ്റെ രാത്രി കഴിഞ്ഞുള്ള പകലത്തെ ദിവസം. അപ്പം അതിന് മുമ്പിട്ടുള്ള വീഡിയോ ഇന്നലെയൊക്കെ ഇട്ടത്. ഈ ദിവസമായിരുന്നു ആ സംഭവമൊക്കെ നടന്നത്. അപ്പോൾ അവനവിടെ കട്ടിലേ കിടപ്പുണ്ട് വയ്യാതെ. അപ്പോൾ ഒന്ന് എണീറ്റിട്ട് വീഡിയോ ഓണാണെന്നറിഞ്ഞത് കൊണ്ട് അങ്ങ് കിടന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് എണീറ്റിരിയെന്ന്. അവൻ്റെ കുഞ്ഞിന് ചെവി വേദനയാണ്. ഇന്നലെ രാത്രി ആരും ഉറങ്ങിയില്ല. എന്തോ പറ്റിയെന്നോ, ചെവി ചൊറിഞ്ഞ് ബഡ്സ് ഇട്ട് എനിക്കൊന്ന് എവിടെയോ കുത്തിയെന്ന്. ഇനിയിപ്പോൾ ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം. രാത്രി മൊത്തം കുത്തിയിരിക്കുമായിരുന്നു എല്ലാവരും. അപ്പോൾ പലരും പറഞ്ഞ്, അയ്യോ ബഡ്സ് എന്തിനാ കൊടുത്തത്, അങ്ങനെ പിള്ളേർക്കൊന്നും ബഡ്സ് കൊടുക്കല്. എന്തോ ചെയ്യാനാ, ഞാൻ കണ്ടില്ല. ഞാനിത് കബോർഡിൽ വെച്ചേക്കുമായിരുന്നു. ഇവന് ചെവി ചൊറിഞ്ഞ ഉടനെ ഇവൻ എടുത്തിങ്ങനെ ഇട്ട് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇവൻ എന്തോ ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യത്തുള്ളായിരുന്നു. വരാനുള്ളത് ഇതായിരുന്നു. അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് വേണേൽ പോലും എന്നോട് ചോദിച്ചിട്ടേ അവനെടുക്കത്തുള്ളായിരുന്നു. എന്തോ ചെയ്യാനാ, ഇത് ചോദിച്ചതുമില്ല, അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അപ്പം ഞാനിവിടെ ഈ ഉലുവായിലയൊന്ന് നന്നായി കഴുകി, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ചിലർ മൂട് വേറെ കണ്ടിച്ച് തരും, ചിലർ. എന്നാലും നമ്മൾ എത്ര ഇട്ട് കഴുകിയാലും അതിൻ്റെ അകത്ത് മണ്ണ് കാണും. കുറേ കഴുകണം. അപ്പോൾ ഇത് നല്ല ശരീരത്തിന് നല്ല ഗുണമുള്ള ഒരു സാധനമാണ്. പക്ഷേ ഇത് ഈ ക്ലീൻ ചെയ്ത് എടുക്കുന്ന പരിപാടി ഒരിത്തിരി വല്ലാത്ത പരിപാടിയാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും കൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് തന്നെ ഉള്ളെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോവും. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്ന്, ഞാൻ ഈ തറ തുടയ്ക്കുന്ന കാണിച്ചപ്പോഴേ ഈ കോലുകൊണ്ട്, എലതോയാണ് ചോദിച്ചത്, കോലുകൊണ്ട് തുടയ്ക്കുന്നത് ചെയ്യത്തില്ലേന്ന്.
ഇവിടങ്ങളിലൊക്കെ ഈ വരുന്ന ഭായിമാർ ഇങ്ങനെ തറയിലിരുന്ന് ഇങ്ങനെ തുടയ്ക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ളതും കൊണ്ട് കോലും കൊണ്ട് ചെയ്യും. എൻ്റെ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊരു ഈ പ്രസ് ചെയ്തെടുക്കുന്ന ഒരു മോപ്പുണ്ടല്ലോ ഇപ്പം, എല്ലാവരും ഇപ്പം അതാണ് യൂസ് ചെയ്യുന്നത്. 10,000 ചിലോ രൂപയുള്ള ഒരു ഇതാണ്, അത് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഈ വീണത്. അപ്പം വീണ് കഴിഞ്ഞുടനെ റീച്ചാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പിന്നെ അനുവിനെ വെച്ചത്. എനിക്ക് തുടയ്ക്കാൻ പ്രയാസമാണ് കുനിഞ്ഞ് നിന്നിങ്ങനെ ചെയ്യുമ്പോഴേ. അതുകൊണ്ട് പിന്നെ അവളെ ഈ കൊച്ചിനെ വെച്ചതാണ്. പിന്നെ അവളെ മാറ്റാനും പോയില്ല. അല്ലെങ്കിലും എനിക്ക് കുനിഞ്ഞ് നിന്നിങ്ങനെ കുറേ ചെയ്യുമ്പം ഡോക്ടർ പറഞ്ഞേക്കുന്നത്, പ്രത്യേകം പറഞ്ഞേക്കുന്നത് അങ്ങനെ കുനിയൊന്നും ചെയ്യല്ലെന്നാണ്. അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ കമ്പം കൊണ്ട് ചെയ്യും. ഇങ്ങനെ ഈ ആൾക്കാരെ വെച്ച് ചെയ്യുന്ന ഈ വരുന്ന ഭായിമാർ ഇരുന്നിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ അത്രയും ഒരു ബണ്ടിൽ വലിയ കാണുമ്പം നമുക്കായാലും ഒത്തിരി ഉണ്ട്. നമ്മുടെ മുരിങ്ങയിലയുടെയും ചീരയുടെയൊക്കെ കൂട്ട് തന്നെ, അത് ആവി കയറുമ്പോൾ അതങ്ങ് കുറയും. അപ്പോൾ അതിവിടെ കഴിക്കാത്തവരും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അതുകൊണ്ട് അതിനൊരു ഇച്ചിരി ഒരു ഊറ കയ്പ്പ് പോലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കഴിക്കാത്തവർക്ക് ഞാൻ കാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ആ കയ്പ്പാണേലും എനിക്കത് ഇഷ്ടമാണ്. കഴിച്ചാൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇച്ചിരി കൂടുതൽ ഉള്ളിയൊക്കെ ചേർക്കണമെന്നേ ഉള്ളൂ. ഉള്ളിയും തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ കയ്പ്പൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം ചെയ്യുന്നത് കാബേജ് തോരനാണ്. അതിന് കാബേജ് തോരന് സവാളയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും എല്ലാം ഒന്ന് വഴറ്റി, പിന്നെ കാബേജ് ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ചായിരുന്നു. അപ്പോൾ കാബേജ് കൂടി ഇന്ന് അരിയാനായിട്ടിരുന്നായിരുന്നെങ്കിൽ ഞാനിന്ന് വൈകുന്നേരം ആകുമ്പോഴേ എൻ്റെ ജോലി തീരത്തുള്ളായിരുന്നു. കാബേജ് ഞാൻ ആദ്യം കുറച്ച് നേരം ഇട്ടൊരു 3-4 മിനിറ്റോളം 2-3 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ നന്നായി ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് ഒതുക്കി ഇച്ചിരി തീ കുറച്ച് അടച്ചിങ്ങനെ വെച്ചേക്കും. ഇന്ന് കറി വെക്കുന്നത് ഇരുമ്പമ്പുളി ഇട്ട് പരിപ്പ് കറി, നമ്മുടെ തുവരടാളിട്ട്. അപ്പോൾ ഇന്നാൾ ഞാനിങ്ങനെ ഈ ഇരുമ്പമ്പുളിയുടെ കാര്യം ചോദിച്ചാണേ, അന്നത്തെ ഓർക്കുന്നില്ല, ഈ കഴിഞ്ഞിടെ എൽദോയും പറഞ്ഞ ചേച്ചി ഉരുമ്പമ്പുളി ഇട്ട് പരിപ്പ് കറി വെക്കാനും നല്ലതാണ്. പക്ഷേ ഞാനത് തേങ്ങ അരച്ചെന്നുള്ളത് ഞാൻ അത്ര അങ്ങോട്ട് നോക്കിയില്ല. ഞാനല്ലാതെ തേങ്ങ അരയ്ക്കാതെ ഇന്ന് വെച്ചത്. പിന്നെ വൈകുന്നേരം ഇങ്ങനെ കമൻറ്റുകൾ നോക്കിയപ്പോഴാണ് ഇരുമ്പമ്പുളി തേങ്ങ അരച്ച് വെക്കാമെന്ന് ഉള്ളത് കണ്ടത്. അപ്പം ഞാൻ അതിന് ഇരുമ്പമ്പുളി കുറച്ചെടുത്തൊന്ന്, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, എത്ര വേണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാനൊരു കപ്പ് തൊമരപ്പരിപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി കുറച്ച് ഇരുമ്പമ്പുളി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതെല്ലാം കൂടി ഇട്ടിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുവേ. അപ്പം തേങ്ങയും കൂടെ അരച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അല്ലാതെ നമ്മൾ പരിപ്പ് കറിയാൻ വെക്കുമ്പം ഇങ്ങനെ ഡാള് കറി വെക്കുമ്പം തേങ്ങ അരയ്ക്കാറില്ല. പിന്നെ ഇതിനകത്ത് ഇത്തിരി പുളി ചേർത്തെന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ആ പുളി ഇങ്ങനെ ഒത്തിരി കഷ്ണമായിട്ട് കിടന്നോണ്ടേ ഇവിടെ പോകുമ്പം പറഞ്ഞു, അയ്യോ ഇതെന്തുവാ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേട്ടാ അത് താഴേന്ന് പറിച്ചുകൊണ്ട് വന്ന പുളിയാണ്. അങ്ങനെ ഇതൊന്ന് അടപ്പത്ത് വെച്ചൊന്ന് വേവിക്കട്ടെ. ഇരുമ്പമ്പുളി വെച്ച് ഓരോരുത്തർ പറയുന്നതും ഞാൻ പരീക്ഷിക്കുക. മീൻകറിയായി, പരിപ്പ് കറിയായി. അടുക്കളയിൽ നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ പരിപ്പ് കറിയൊക്കെ ഞാൻ ഗ്യാസ് ഓഫായിട്ടിരിക്കുമ്പോഴേ ഞാൻ ഈ ഫാൻ ഇടത്തുള്ളൂ. അപ്പം കുക്കറിൽ വിസിലൊക്കെ കുറേ വന്ന് ഞാനത് ഓഫാക്കി ഇട്ടേക്കും. അത് കഴിഞ്ഞാൽ ഞാൻ ഈ ഇലയൊന്ന് അരിയാനായിട്ട് എടുത്തത്. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ തണ്ട് ചിലതിൻ്റെയൊക്കെ ഇത്തിരി മുറ്റ് കാണും, ചിലത് നല്ല ഇലകൾ കാണും. അത് തണ്ടത്ര മുറ്റ് കാണത്തില്ല. ഇതധികം ഒത്തിരി മുറ്റല്ലായിരുന്നു. എന്നാലും ഞാൻ ഇച്ചിരി മുറ്റായിട്ടങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ തണ്ട് ഞാൻ വാൽവശം കളഞ്ഞു. എന്നിട്ട് ബാക്കി ആ തണ്ടുകൾ ഞാനിങ്ങനെ അരിഞ്ഞെടുക്കും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ചിലർ ഇതിൻ്റെ ഇല മാത്രം നമ്മൾ മുരിങ്ങയില പിച്ചി ഓരോ ഇതെല്ലാം എടുക്കത്തില്ലേ, അതുപോലെ എടുക്കും. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പോയില്ല. കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് ഒട്ടും കിട്ടത്തില്ല. അപ്പം ഞാൻ ആ സോഫ്റ്റായിട്ടുള്ള തണ്ട് ഞാനങ്ങ് ചീര അരിയുന്നത് പോലെ അങ്ങ് അരിയുന്നുണ്ട്. പോളുമ്പോൾ നേരത്തെ ഇത് കൈ കൊണ്ട് തൊടത്തില്ലായിരുന്നു. ഇത് വെച്ച് തന്നെ ഞാൻ പറയടാ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല ഇടം ഒന്നെടുത്ത് നോക്കെന്ന് പറയണേ, ഒരു ഇച്ചിരി എടുത്ത് കഴിച്ച്. ഇപ്പം കാബേജിന് ഇന്നലെ കുറച്ച് തിരുമിയ തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ ഇതിന് തേങ്ങ വേണം. അതിന് തേങ്ങ പൊട്ടിക്കുക. ഞാനപ്പം തേങ്ങാ വെള്ളത്തിന് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് ഞാൻ എടുത്ത് കുടിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ആ നാരുകളൊക്കെ വീഴും. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് അരിപ്പ വെച്ചിട്ട് അത് വെള്ളം അതിൻ്റെ അകത്ത് ഒഴിക്കും.
തേങ്ങ പോയി തിരുമ്മി വരട്ടെ. ഞാനിവിടെ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ഇടുന്നില്ല, ഈ ഇല വർഗ്ഗം ആയതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പിലയും കൂടെ ഇടാൻ പോയില്ല. ഇതിലേക്ക് ഞാൻ 2 നല്ല വലിയ സവാളയും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചേർക്കുന്നുണ്ട്. ഇപ്പം കിട്ടിയ സവാള പുറമേ നല്ല സൗന്ദര്യമുണ്ട്. ഇല്ല, പണ്ടുള്ളവർ പറയുന്ന പോലെ പുറമേ സൗന്ദര്യം കാണും, പക്ഷെ ചില മനുഷ്യരുടെ കാര്യം അകം കറുപ്പായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ഉള്ളിയുടെ പുറമേ നല്ല സൗന്ദര്യമുണ്ട്. അകം നമ്മൾ കീറുന്ന ഉടനെ റൗണ്ട് ഇത്തിരി പന്നലായിട്ടുള്ള ഇത് കാണും. പിന്നെ അതെല്ലാം ഇളക്കി കളയേണ്ടി വരും. പച്ച ഉള്ളിയുമാണ്. അപ്പം ഞാൻ ഇതിലേക്ക് ഈ സവാളയൊക്കെ ഇച്ചിരി ഒന്ന് വാട്ടിയെടുത്തിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ആ ഉലുവായില ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ചീനച്ചട്ടി നിറച്ചുണ്ട്. 1 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതിലെ സൈക്കിളിൻ്റെ ഹവ പോയതുപോലെ ബുംന്നും പറഞ്ഞ് അങ്ങ് താഴും. അപ്പം ഞാനിതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കട്ടെ. ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഇതിനേക്കാൾ കൂടുതലും കൂടെ തേങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതാണ്. ഇത് ചൂടോടെ അത്ര കയ്പ്പ് കാണത്തില്ല, ഇച്ചിരി തണുക്കുമ്പോൾ ഇച്ചിരി കയ്പ്പ് വരുമെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ തീ അങ്ങ് കുറയ്ക്കണേ, കാരണം ആ ഇല ഒന്ന് വേവണം. അതുകൊണ്ട് തീ കുറച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. തീ കൂട്ടിയാൽ ചിലപ്പം ഇതിൽ നിന്ന് വെള്ളം ഇച്ചിരി ഇറങ്ങും, ഇച്ചിരി വെള്ളം കണ്ടൻ്റൊക്കെ ഉണ്ട്. അതിൽ ഉള്ളിയൊക്കെ ഇട്ട് മോരും വെള്ളം. കൊച്ചുള്ളി ഇല്ലായിരുന്നു ഞാൻ സവാള അരിഞ്ഞത് മോരും വെള്ളത്തിന്. അപ്പം മോരും വെള്ളമൊക്കെ കുടിച്ച് ഞാൻ ചെറിയ തീയിലിട്ടേക്കുമായിരുന്നു. അപ്പം നടുക്കും ഇങ്ങനെ ചെയ്തോണ്ട് ഇച്ചിരിച്ച വെള്ളം നനവുണ്ട്, അത് കുറേയും കൂടെ ഒന്ന് വറ്റട്ടെ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഈ തോരൻ. ഞങ്ങളുടെ അമ്മ പണ്ട് ഇവിടെ വന്ന് നിന്നുകൊണ്ട് അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി ഈ ഇലവർഗ്ഗങ്ങളൊക്കെ. അത് ഇച്ചിരി കൂടെ ഒന്ന് വേവാനുണ്ട്. ഞാനൊന്ന് അടച്ചിടുന്നുണ്ട്, കുറച്ച് നേരം കൂടെ ഒന്ന് ചെറിയ തീയിലവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പരിപ്പിൻ്റെ വിസിലൊക്കെ വന്ന് ഞാൻ ഓഫാക്കി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി. അപ്പം ഞാനിത് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയാണ്, ഉപ്പ് ഇത്തിരി കുറവായിട്ട് തോന്നി, കുറച്ച് ഉപ്പൂടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കലക്കി അടപ്പത്ത് വെച്ചപ്പോഴത്തേക്കിന് നമ്മുടെ തോരൻ ഇവിടെ ദാണ്ടെ റെഡിയായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പരിപ്പ് തിളച്ച് വന്ന് ഞാനത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എനിക്കിത്തിരി കടുകൂടെ വറുത്ത് ചേർക്കണം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ഉള്ളിയും ഇത്തിരി വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൊണ്ടിട്ട് ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് മൂപ്പിച്ച് കറിയിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ പരിപ്പ് കറി റെഡിയായി. കാബേജ് തോരൻ, ഉലുവായില. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.